ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡാർക്ക് ലിപ്സ് റിലേറ്റഡ് ഒരു വീഡിയോ ആണ്. ഡാർക്ക് ലിപ്സ് എങ്ങനെ കറക്റ്റ് ചെയ്യാം, എന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ടുള്ള ഹോം റെമഡീസ്, ടോപ്പിക്കൽ അപ്ലിക്കേഷൻസ്, ഇൻ ഓഫീസ് ട്രീറ്റ്മെന്റ്സ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോവാണ്. അപ്പം ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലിപ് പിഗ്മെന്റേഷൻ പല കാരണങ്ങൾ കൊണ്ട് വരാൻ, അതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുന്നാലെ എന്താണ് അതിന്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരുപാട് കാരണങ്ങളുണ്ട് ലിപ് പിഗ്മെന്റേഷൻ വരാൻ, പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്ന 5 കാരണങ്ങളാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള കാരണങ്ങൾ. അപ്പോൾ ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് സൺ എക്സ്പോഷർ തന്നെയാണ്. നമ്മൾ വെയിലത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഫേസിനൊക്കെ നന്നായിട്ട് സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ലിപ്പിന് വേണ്ടത്ര പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് സൺ എക്സ്പോഷർ ലിപ്സിൽ കൂടുന്തോറും ആ ഒരു പിഗ്മെന്റേഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാം. വേറെ ഒന്നുമല്ല, നമ്മൾ ഫേസിൽ സൺസ്ക്രീൻ ഇടുന്ന പോലെ നമുക്ക് SPF ടിൻറ്റഡ് ലിപ് ബാംസ് കിട്ടുന്നതാണ്. അപ്പോൾ SPF ഒരു 30 ഉള്ള ഒരു ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഈ SPF ഇടുന്നത് ഒരു പ്രിവെന്റീവ് മെഷർ മാത്രമാണ്, അതൊരു കറക്റ്റീവ് മെഷർ അല്ല. കറക്റ്റീവ് മെഷർ അല്ലാതെ പറയാതിരിക്കാൻ കാരണം, നിങ്ങൾക്ക് ഓൾറെഡി ഒരു പിഗ്മെന്റഡ് ലിപ്സ് ഉണ്ട്, നിങ്ങൾ SPF ഒരു 30 ഉള്ള ഒരു ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പിഗ്മെന്റേഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് മാറത്തില്ല. കാരണം ഫ്യൂച്ചറായിട്ടുള്ള ഡിസ്കളറേഷൻ മാത്രമേ ഈ ഒരു ലിപ് ബാം തടയത്തുള്ളൂ, അല്ലാതെ പഴയ ഓൾറെഡി പിഗ്മെന്റഡ് ലിപ്സിന് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് ഓൾറെഡി നല്ലൊരു ലിപ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ, പിഗ്മെന്റഡ് ഇല്ലാത്ത ലിപ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ കണ്ടിന്യൂ യൂസിങ് യുവർ SPF 30 ലിപ് ബാം. പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാം. അത് ടോപ്പിക്കൽ ക്രീംസ് അത് ഞാൻ പറയാം. അപ്പോൾ അത് ട്രീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് SPF ഇട്ടിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് സൺ എക്സ്പോഷർ ആയിരുന്നു. സെക്കൻഡ് പോയിന്റ് വന്നിട്ട് സ്മോക്കിംഗ് ആണ്. ഈ കോസ് ഐ തിങ്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കോസ് ആയിരിക്കും. കാരണം നമ്മൾ ഈ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടാൽ തന്നെ നമുക്ക് വ്യത്യാസമായിട്ട് അറിയാൻ പറ്റും. എസ്പെഷ്യലി ജെൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് നല്ലൊരു ഡാർക്ക് പിഗ്മെന്റഡ് ലിപ്സ് ആയിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് ഈവൻ ടോപ്പിക്കൽ അല്ലെങ്കിൽ ഇൻ ഓഫീസ് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നിങ്ങൾ സ്മോക്കിംഗ് ഹാബിറ്റ് വിടാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും അതൊരു കംപ്ലീറ്റ് ക്യൂർ കിട്ടത്തില്ല. മേ ബി കുറച്ച് സെഷൻസ് കൊണ്ട് നിങ്ങൾക്ക് ഇൻ ഓഫീസ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത റിഡക്ഷൻ ഉണ്ടായിരിക്കും. ബട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ തിരിച്ച് വന്നുകൊണ്ടേയിരിക്കും. കാരണം അതിലുള്ള നിക്കോട്ടിൻ, അതിലുള്ള കെമിക്കൽസ് ആണ് ആ ഒരു പിഗ്മെന്റേഷൻ കോസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് നിർത്താടത്തോളം കാലം നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ കംപ്ലീറ്റ്ലി ക്യൂർ ആവത്തില്ല. സോ സെക്കൻഡ് പോയിന്റ് ഞാൻ പറഞ്ഞ പോലെ സ്മോക്കിംഗ് ആണ്. അത് ക്വിറ്റ് ചെയ്യുക. എന്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന് മുന്നാലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ദയവ് ഇത് നിർത്തിയിട്ട് നിങ്ങൾ പോയി ട്രീറ്റ്മെന്റ് എടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് വന്നിട്ട് ഹോർമോണൽ ചേഞ്ചസ് ആണ്. അതായത് നമുക്ക് പ്രഗ്നൻസി സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു മെനോപോസ് സമയത്ത്, ആ സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ പിഗ്മെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ്, കാരണം ബോഡിയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി പിഗ്മെന്റേഷൻ, നിങ്ങളുടെ അമ്മമാരെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ മെനോപോസിന്റെ സമയമൊക്കെ ആവുന്ന സമയത്ത് കൂടുതൽ പിഗ്മെന്റേഷൻ ഈവൻ അറൌണ്ട് ദ കോർണേഴ്സ്, ഓൺ ദ ചീക്സ്, ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണുന്ന കാര്യമായിരിക്കും. ഇനി ഫോർത്ത് കോസ് നോക്കാം. ഫോർത്ത് കോസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണ്. ഇത് റെയർ അല്ലാത്തൊരു കോസാണ്. അത്യാവശ്യം ആൾക്കാർക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടും നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഉണ്ടായിരിക്കാം. ലിപ്സിന് ചുറ്റും, ലിപ്സിലും ഉണ്ടാവാം. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ് കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് കണ്ടിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ലിപ് പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാരിൽ കൂടുതൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്. ഈവൻ അനീമിയ ഉള്ള ആൾക്കാർക്ക് പോലും ഈ ഒരു പിഗ്മെന്റേഷൻ കാണും. അപ്പം അതൊക്കെ നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് അണ്ടർലൈൻ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോവുക. കാരണം ട്രീറ്റ്മെന്റ് എടുത്ത് കുറച്ച് കുറയും, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഡെഫിഷ്യൻസി ഇവിടെ അങ്ങനെ തന്നെ ഇരിക്കുവാണ്. അപ്പം നിങ്ങൾ ഡെഫിഷ്യൻസിയെ ട്രീറ്റ് ചെയ്യാതെ, അതായത് റൂട്ട് കോസ് ട്രീറ്റ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് പോയി ട്രീറ്റ്മെന്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കൽ അപ്ലൈ ചെയ്തിട്ടോ ടോപ്പിക്കൽ ക്രീം അപ്ലൈ ചെയ്തിട്ടോ കാര്യമില്ല. അപ്പം നിങ്ങൾ റൂട്ട് കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിപ്പോൾ ഡെഫിഷ്യൻസി ആണെങ്കിൽ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുക, അതിന് വേണ്ടിയുള്ള സപ്ലിമെന്റ്സ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ട്രീറ്റ്മെന്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഫോർത്ത് കോസ്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഡാർക്ക് പിഗ്മെന്റഡ് ലിപ്സ് ആണെങ്കിൽ അത് കുറച്ച് ട്രീറ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ടോപ്പിക്കൽ ക്രീംസ് അല്ലെങ്കിൽ ഹോം റെമഡീസ് കൊണ്ട് മാത്രം മാറണമെന്നില്ല. കാരണം നിങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു മെലനിൻ പ്രൊഡ്യൂസിങ് സെൽസ് കൂടുതലായിരിക്കും ആ ഭാഗത്ത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ വരുന്നത്. അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ മെയിൻലി ലേസറിന് കൊണ്ടേ പറ്റത്തുള്ളൂ. ലേസർ പ്ലസ് ടോപ്പിക്കൽ ക്രീംസും കൂടി കോമ്പിനേഷൻ തെറാപ്പിയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊന്നൊന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ 2-3 കുഞ്ഞു കുഞ്ഞു കോസസും കൂടി പറഞ്ഞുതരാം. ഇത് വലിയ കോസ് അല്ല, ബട്ട് ഒബ്വിയസ്ലി ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന് വന്നിട്ട് ലാക്ക് ഓഫ് ഹൈഡ്രേഷൻ. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണെങ്കിൽ നമ്മുടെ ലിപ്സ് ഓട്ടോമാറ്റിക്കലി ഡ്രൈ ആവും. ഡീഹൈഡ്രേറ്റ് ആവുന്ന സമയത്ത് കുറച്ചും കൂടി ആ ഡാർക്ക്നെസ് തോന്നും. സെക്കൻഡ് വൺ ലിപ് സക്കിംഗ് ആണ്. അതായത് നമ്മൾ ചുണ്ട് ഇങ്ങനെ നന്നായിട്ട് ലിക്ക് ചെയ്തുകൊണ്ടിരിക്കത്തില്ല. ചില ആൾക്കാർക്ക് ഹാബിറ്റ് ഉണ്ട് ഇങ്ങനെ ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അത്ര നല്ലൊരു ഹാബിറ്റ് അല്ല. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക.
ഇനി ലാസ്റ്റ് വൺ ആണ് ലിപ്സ്റ്റിക്സ്. നമ്മളിൽ പല ആൾക്കാരും മാറ്റ് ഫിനിഷ് ഉള്ള ലിപ്സ്റ്റിക്സ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഇതിൽ പല ലിപ്സ്റ്റിക്സും 8 hours അല്ലെങ്കിൽ 12 hours ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് ആണ്. നമ്മൾ രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്ത് ഇടും, തിരിച്ചു വരുന്ന സമയത്തായിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുക. സോ ലിപ്സ്റ്റിക്കിൽ എന്തൊക്കെ പറഞ്ഞാലും കെമിക്കൽസ് ഉണ്ട് അല്ലേ. സോ നമ്മൾ ഇത്രയും ഒരു 12 hours അല്ലെങ്കിൽ ഒരു 8 hours കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലിപ്സ്റ്റിക് പോലുള്ള ഒരു സംഭവം നമ്മൾ ലിപ്സിൽ ഇടുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള പിഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പം ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെ ലിപ് പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ് ബാം ഇട്ടതിന് ശേഷം ലിപ്സ്റ്റിക് ഇടുക. ആൻഡ് ലിപ്സ്റ്റിക്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ക്രയോൺ ടൈപ്പിലെ ലിപ്സ്റ്റിക് ഉപയോഗിക്കാം. എനിക്കറിയാം അതത്ര ലോങ് ലാസ്റ്റിംഗ് അല്ലായിരിക്കുന്നു, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ലിപ്സ്. അപ്പോൾ രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റർ ഷെയ്ഡ്സ് ഉപയോഗിക്കാൻ, അതായത് ഡാർക്ക് ലിപ്സ്റ്റിക്സ് ഒന്നും ഉപയോഗിക്കാതെ കുറച്ച് ലൈറ്റർ ഷെയ്ഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും കെമിക്കൽസ് അത് കുറവായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ദാറ്റ്സ് വെരി ഗുഡ് ഫോർ യുവർ ലിപ്സ്. സോ ഇതാണ് 2 പോയിന്റ്സ് ലിപ്സ്റ്റിക്കിനെ സംബന്ധിച്ച്. ഇനി നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ്സിലോട്ട്. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ഒബ്വിയസ്ലി ഞാൻ ലേസേഴ്സ് തന്നെയാണ് പറയുക. ലേസേഴ്സിൽ പല തരത്തിലുള്ള ലേസേഴ്സ് ഉണ്ട്. Nd:YAG ലേസേഴ്സ് ഉണ്ട്, പിന്നെ പിക്കോ ലേസർ ഉണ്ട്. പിക്കോ ലേസർ കുറച്ചും കൂടി Nd:YAGിനെക്കാളും ബെറ്റർ വേർഷൻ ആണത്. ബേസിക്കലി 2 ലേസറും ടാർഗറ്റ് ചെയ്യുന്നത് മെലനിൻ പിഗ്മെന്റ്സിനെയാണ്. അപ്പോൾ ഓരോ ലേസർ പൾസിലും ഈ മെലനിൻ ഡെപ്പോസിറ്റിനെ ബ്ലാസ്റ്റ് ഓഫ് ചെയ്ത് കളയാണ് ചെയ്യാറുള്ളത്. കമ്പാരിറ്റീവ്ലി ലേസേഴ്സ് ഫോർ ലിപ് പിഗ്മെന്റേഷൻ കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ്. സംവെയർ അറൌണ്ട് 3,500 അപ് ടു 6,000 വരെ പെർ സെഷൻ ചാർജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബട്ട് ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ഇപ്പം നന്നായിട്ട് സ്റ്റബേൺ ആയിട്ടുള്ള ഡാർക്ക് പിഗ്മെന്റഡ് ലിപ്സ് ആണെങ്കിൽ ഐ തിങ്ക് യു ഷുഡ് ഗോ ഫോർ ഇറ്റ്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് പറയുന്നത് കെമിക്കൽ പീൽസ് ആണ്. ഇപ്പോൾ നിങ്ങൾ പല ആൾക്കാർക്കും AHA BHA പീൽ ഫേസിലിടുന്നത് വളരെ കോമൺ ആയിരിക്കും. ഇതും വളരെ സിമിലർ ആയിട്ടൊരു പ്രൊസീജിയർ തന്നെയാണ്. പക്ഷേ ലിപ്സ് ഫേസിനേക്കാളും കുറച്ചും കൂടി സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പീൽസ് ഉണ്ട്. അപ്പോൾ അത് മോസ്റ്റ്ലി ഇൻ ഓഫീസ് ആയിട്ടായിരിക്കും ചെയ്യുക. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് അലർജീസ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിവിടെ കാണിച്ച ലിപ് പീൽസിൻ്റെ ബ്രാൻഡ്സ് എല്ലാം ഇൻ ഓഫീസ് പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ട് അത് ട്രൈ ചെയ്യാതിരിക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലിപ് ലൈറ്റനിങ് ടോപ്പിക്കൽ ക്രീംസ് ആണ്. അപ്പോൾ ഞാനിവിടെ സെറ്റ് ഓഫ് ക്രീംസ് കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാ ക്രീംസിലും നല്ല പൊട്ടൻഷ്യലായ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് വിച്ച് വിൽ ടാർഗറ്റ് യുവർ ലിപ് പിഗ്മെന്റേഷൻ. ഇത് 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ നിങ്ങൾക്ക് വ്യത്യാസം അറിയണമെന്നില്ല. മേ ബി യു ഹാവ് ടു യൂസ് ഇറ്റ് ഫോർ 3 or 4 months ഒരു വിസിബിൾ ചേഞ്ചസ് അറിയണമെങ്കിൽ. ഇനി ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ചെറുപ്പം മുതലേ ഡാർക്ക് പിഗ്മെന്റഡ് ലിപ്സ് ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ക്രീംസ് ഒന്നും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവില്ല. ലേസേഴ്സ് മാത്രമായിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. കാരണം അത് ജനറ്റിക്കലി നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയത് കൊണ്ടാണ്. ബട്ട് അതല്ലാത്ത സൺ എക്സ്പോഷർ കൊണ്ടുണ്ടായ കാരണങ്ങളും ഫിസിയോളജിക്കലായിട്ട് നിങ്ങൾക്ക് വന്ന ചേഞ്ചസ്, ലിപ്പിലെ ചേഞ്ചസ് ആണെങ്കിൽ ഈ ക്രീം ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓൾസോ ഇനി നിങ്ങൾ ലിപ് ലൈറ്റനിങ് ക്രീംസ് വാങ്ങിക്കുന്ന സമയത്ത് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ ലിപ് ലൈറ്റനിങ് ക്രീമിലുണ്ടോ എന്ന് നോക്കുക. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് കുറച്ച് നല്ല SPF ഉള്ള ലിപ് ബാംസ് ആണ്. ഇതിൽ ചില ലിപ് ബാംസ്, എക്സാമ്പിൾ ഈ ഡെർമാക്കോന്റെ 1% കോജിക് ആസിഡ് ലിപ് ബാം സൺ പ്രൊട്ടക്ഷൻ അല്ലാതെ ഡീപിഗ്മെന്റേഷൻ കൂടി നടത്തും. കാരണം അതിനകത്ത് 1% കോജിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. വേറൊന്നുമല്ല, നിങ്ങളുടെയൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയ ഹോം റെമഡീസ് ആണ്. നിങ്ങളിൽ പലരും ഒരുപാട് ഹോം റെമഡീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും നല്ലൊരു സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല. ഹോം റെമഡീസിൻ്റെ വലിയൊരു ഡ്രോബാക്ക് എന്താണെന്നറിയോ? നമ്മളിടുന്ന പല ഇൻഗ്രീഡിയൻസിൻ്റെ മോളിക്കുലാർ സൈസ് വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്കിന്നിൻ്റെ ഉള്ളിലോട്ട് പെനിട്രേറ്റ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഹോം റെമഡീസ് ഒരു എക്സ്ഫോലിയേഷൻ ആയിട്ടോ നല്ലൊരു ഫേസ് മസാജിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ DIYs ഉപയോഗിക്കാം. അതല്ലാതെ ഒരു സ്കിൻ കണ്ടീഷന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം റെമഡീസ് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യാറില്ല. പക്ഷേ എനിക്കറിയാം നിങ്ങൾ പലർക്കും ഹോം റെമഡീസ് ആണ് ഇഷ്ടം, അതാണ് പ്രിഫർ ചെയ്യുന്നു എന്നും. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കുറച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നി ഹോം റെമഡീസ് ഞാനിവിടെ പറയാം. ഫസ്റ്റ് വൺ, നമുക്ക് ഒരു എക്സ്ഫോലിയേഷൻ ആണ് ഡാർക്ക് ലിപ്സിന് മെയിനായിട്ട് ആവശ്യം. അതിന് നിങ്ങൾക്ക് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഷുഗർ സ്ക്രബ് ഉണ്ടാക്കാം. പക്ഷേ നല്ല പൗഡേർഡ് ഷുഗർ സ്ക്രബ് ഉണ്ടാക്കുക. ഞാൻ കുറേ വീഡിയോസിൽ ഒരുപാട് ഗ്രിറ്റുള്ള ഷുഗർ സ്ക്രബ് വെച്ച് ഉരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊന്നും ദയവ് ഇത് ചെയ്യരുത്. കുറച്ച് നല്ല പൗഡേർഡ് ഷുഗർ എടുക്കുക, അതിനകത്ത് 1 സ്പൂൺ ഹണി ഇടുക, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് മാതിരി ആക്കിയിട്ട് ജെന്റിലായിട്ടൊന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യുക. വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് വിട്ട് ചെയ്താൽ മതി. ഇനി ലിപ് മാസ്കിന് വേണ്ടിയിട്ട് ഞാനൊരു DIY പറഞ്ഞുതരാം. ഞാൻ ഒരുപാട് കണ്ട ലിപ് മാസ്കിന്ന് ഇതാണ് എനിക്ക് കുറച്ചും നല്ല ബെറ്റർ ആയിട്ട് തോന്നിയത്. കാരണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. കുറച്ച് ടേമറിക് എടുക്കുക, കുറച്ച് ഹണി ആൻഡ് കുറച്ച് കേർഡ്, ഇത് 3ഉം കൂടി മിക്സ് ചെയ്തിട്ട് ലിപ് മാസ്ക് ആയിട്ട് ഇടുക. ഒരു 15 to 20 minutes വെച്ചതിന് ശേഷം വാഷ് ഓഫ് ചെയ്ത് കളയുക. ഇത് നിങ്ങൾക്ക് വീക്ക്ലി ത്രൈസ് ചെയ്യാം.
ഈ 3 ഇൻഗ്രീഡിയൻസും ഭയങ്കര ജെൻറ്റിലാണ്. ഓൾസോ ഞാൻ കുറേ ആർട്ടിക്കിൾസ് നോക്കിയ സമയത്ത് ടേമറിക്കിന് ഡീപിഗ്മെൻറ്റേഷൻ ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ടേമറിക്ക് യൂസ് ചെയ്യാൻ പറയുന്നത്. ഓൾസോ യോഗേർട്ടിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്, അത് മൈൽഡായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യും. ആൻഡ് ഹണി വന്നിട്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. സോ ഇതൊരു അടിപൊളി ലിപ് മാസ്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്സും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.